ഞങ്ങൾ മൈസൂർ പോയപ്പോഴേ ഈ കൊട്ടാരത്ത് പോയിണ്ടായേ. അതാണ് ആ പേരാണ് ആദ്യം കാണിച്ചേട്ടാ. ഇവിടെ അങ്ങ് കയറുമ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഒന്നും എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്യാമറയൊക്കെ ഓഫാക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എന്നൊക്കെ. ഞാനിത് കാണാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തതാണ് കേട്ടോ. ഇതൊരു വല്ലാത്ത ഭംഗിയാണ് കാണുമ്പോഴേ. ഏതോ രാജാവ് എൻ്റെ കൊട്ടാരമാണിത്. അവരവിടെ താമസിച്ചതും അവരുടെ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ, അവരുപയോഗിച്ച സാധനങ്ങൾ, ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണുമ്പോൾ. ഇതാണ് രാജാവ്. അപ്പോൾ പുള്ളി താമസിച്ചതിൻ്റെ എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായി, മറന്നു കേട്ടോ, എനിക്കറിയില്ല ശരിക്ക്. ഇതൊക്കെ അവരുപയോഗിച്ച അന്നത്തെ കാലത്തുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ. ഞാനിത് എങ്ങനെയോ കാണാണ്ടൊക്കെ കുറേശ്ശെ എടുത്തത്. ഞാനും കുറച്ച് ആൾക്കാർ കൂടെ വേറെ ഉണ്ടായിരുന്നു, അവരും കുറേശ്ശെ എടുത്തു. അങ്ങനെയൊക്കെ കാണാണ്ടെടുത്ത്. അവിടെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആളാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, അവിടെ എടുക്കാൻ അവരെ സമ്മതിക്കുകയില്ല. എല്ലാ ഭാഗത്തും ആൾക്കാരാണ്. ഇതെല്ലാം ഞാൻ അവിടെ ഇവിടെ നിന്നല്ല, ഒരു സൈഡ് ആളുണ്ടാകും, ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ എടുത്തതാണ്. അവരൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു ഫോട്ടോ പോലും. ഇതെല്ലാം കണ്ട് എന്തൊരു ഭംഗി! ഇതൊന്നും കാണുമ്പോൾ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല ഭംഗിയാണ്. അവർ അന്നത്തെ കാലത്തുള്ള സാധനങ്ങളാണ് ഓരോന്ന്. ആ ഫോട്ടോൻ്റെ ആ ഫ്രെയിം ചെയ്ത് വെച്ചതിൻ്റെ എല്ലാം ഒരു ഭംഗിയുണ്ട്. എല്ലാ സാധനങ്ങളും അവർ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ അവർ അന്നത്തെ കാലത്ത് ഇതായിട്ടുള്ള ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത ഭംഗിയാണ്. ഇതൊന്നും അവരെടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മളതിപ്പോൾ ആ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴേക്ക് അവരിങ്ങനെ വരും, എന്താ പറയുക, വല്ലാത്ത ഓഫ് ചെയ്യും ഇതാക്കിയിട്ട് കാണാണ്ടൊക്കെ എടുക്കണം. അവർ അന്ന് ഉപയോഗിച്ച ചെയറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒരു വല്ലാത്ത ഭംഗിയുണ്ട് കാണുമ്പോൾ. നേരിട്ടൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു രസമാണ്. അവരൊക്കെ കാണാണ്ട് എടുക്കുന്നതാണ് ഫോട്ടോസൊക്കെ. അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇത് എന്താ പറയുക, ഫോണ് നമ്മൾ കയ്യിലെടുക്കുമ്പോഴേക്ക് അവർ വരും, എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. എടുക്കാൻ സമ്മതിക്കില്ല ആരും. പിന്നെ വേറൊരു റൂമുണ്ടായിരുന്നേ, ഇതിനേക്കാളും നല്ല അടിപൊളിയാണ്. അവിടെ നമ്മൾ ശരിക്കും എന്താ പറയുക, കാണുമ്പോൾ ഒരു വല്ലാത്തൊരു രസമാണ്. പക്ഷെ അവരത് എടുക്കാൻ പോയിട്ട് ആ ഭാഗത്ത് കൂടെ നീങ്ങിക്കൊണ്ട്, ഇതൊക്കെ അവർ ഉപയോഗിച്ച പാത്രങ്ങളാണ് കേട്ടോ. അവർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കിതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പഴക്കം ചെന്ന സാധനങ്ങൾ, ഒരുപാട് വർഷം പഴക്കം ചെന്ന സാധനങ്ങളാണ് അവിടെ കാണാനായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പിന്നെ മൈസൂർ പോയിട്ടാകുമ്പോഴേ നമുക്കൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് അവർ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഇത്ര മിനിറ്റ് സമയം, ഇത്ര മണിക്കൂർ മാത്രമേ, ഇത്ര എന്നുവെച്ചാൽ മണിക്കൂറൊന്നും ഉണ്ടാവില്ല നമുക്ക്. ചിലപ്പം ഒരു കാമണിക്കൂർ, അരമണിക്കൂർ, അങ്ങനെയൊക്കെ. ചില സ്ഥലത്തൊക്കെ കയറിയാൽ നമുക്ക് 15 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ അത്രയിൽ നമ്മൾ കണ്ടിട്ടങ്ങ് ഇറങ്ങണം. പക്ഷേ അതൊരു ഭംഗിയാണ്. 15 മിനിറ്റ് പോയിട്ട് ഒരു മണിക്കൂർ പോയിട്ട് നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ടാൽ മതിയാവില്ല. അത്രയും സാധനങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ എടുക്കേണ്ട തിരക്കിന് മര്യാദയ്ക്ക് ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെയോ ആക്കി എടുത്തേക്കാണ് ഞാൻ. ഏതല്ലോ ഇതിൽ കുറച്ച് എങ്ങനെയല്ലോ എടുത്ത്. അവിടെ വീണയൊക്കെ കാണണം, ഒരു വല്ലാത്ത ഭംഗിയാണ്. പണ്ടത്തെ ഇത്, ഇപ്പോഴത്തെ അല്ലാതെ കണ്ട അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട, എന്താ ഭംഗി! അവരുപയോഗിച്ച സാധനം എന്നാണ് പറയുന്നത് ഇതൊക്കെ. രാജാവും രാജ്ഞിയും മക്കളും എല്ലാവരും കൂടെ കണ്ട, അതിൻ്റെ എല്ലാം ഒരു ഭയങ്കര പണിയാണ് അതൊക്കെ കേട്ടാ. ഇന്നത്തെ കാലത്തെ പോലെ മെഷീനും അത് ഇതൊന്നും ഉണ്ടാവില്ല, എല്ലാം കൈ കൊണ്ട് ചെയ്ത് വെച്ചതായിരിക്കില്ല ഇത്രയൊക്കെ. ഒരു വല്ലാത്ത ഭംഗിയുണ്ട് കേട്ടാ. കണ്ട, ഇതെല്ലാം എന്താ പറയുക, നല്ലൊരു ഭംഗിയാണ്. നേരിട്ടൊക്കെ കാണണം ഇതൊക്കെ എന്നെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിലേ മൈസൂർ പോകണമെങ്കിൽ ഒറ്റയിലങ്ങ് പോയാൽ മതി. അപ്പോൾ എല്ലാ ഇതും കാണാം നമുക്ക്. കുറേ സ്ഥലമുണ്ട് അവിടെ കാണാനായിട്ട്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. ചേട്ടനും അതിലിടക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എടുക്കാൻ സമ്മതിക്കില്ല. എന്നാലും നമ്മൾ മുഴുവനൊന്നും ഇല്ല കേട്ടോ, ഇതിലേ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ട, ഇതൊക്കെ നല്ല രസമില്ലേ ആ ഒരു കാണാനായിട്ട്. ഫോട്ടോസ് അതൊക്കെ ആ ഒരു ഇതൊക്കെ അവർ എന്താ പറയുക, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ശരിക്കും പറയാനറിയില്ല. പറയാണ്ടിരിക്കുന്നതല്ലേ നല്ലല്ലേ. കണ്ട, എന്താ ഒരു ഭംഗി! അതിനുള്ളൊക്കെ കാണണമെന്നേ ഒരു വല്ലാത്ത ഭംഗി. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ, വായിക്കാനായിട്ട് അങ്ങനെയൊന്നും സമയം ഉണ്ടാവില്ല.
ഇതതിൻ്റെ പുറമെയാണ് കേട്ടോ. ഞങ്ങൾ വേഗം കണ്ട് പെട്ടെന്ന് ഇറങ്ങി. അതിൻ്റെ പുറമേയുള്ള ഇതാണിത്, അവർ താമസിച്ചതിൻ്റെ ആ ഒരു ഇത് നല്ല ഭംഗിയാണ്. എൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നല്ല രസമാണ്. ഞാനൊന്ന് വെറുതെ ഒന്ന് കണ്ടു എടുത്തു, അത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം കേട്ടോ, പറ്റുവാണെങ്കിൽ പോവണം.